ഹലോ ഓൾ, വെൽക്കം ടു സാമു ഡിസൈൻസ്. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ചെറിയ കിഡ്സ് അജ്രക് പ്രിൻറ്റ് ഡ്രസ്സ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, ഞാൻ പെട്ടെന്ന് വീട്ടിൽ വന്നപ്പോൾ ഈ ഒരു മെറ്റീരിയൽ എനിക്ക് ഇഷ്ടമായി. അപ്പോൾ ഉമ്മീനോട് പറഞ്ഞു, ഉമ്മി എനിക്കൊരു ഐഡിയ ഉണ്ട് മനസ്സിൽ, ഒരു പ്ലാസോ പാൻറ്റും ക്രോപ്പ് ടോപ്പും വേണം എന്നുള്ളത്. പെട്ടെന്ന് തന്നെ അവളെ വിളിച്ച് അവിടെ മെഷർമെൻറ്റ്സ് ഒക്കെ എടുത്ത്, പിന്നെ ഉമ്മയ്ക്ക് വേറെ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല എനിക്ക് പറ്റില്ല, എനിക്ക് ഇന്ന് തന്നെ ഈ ഉടുപ്പ് ചെയ്തേ പറ്റുള്ളൂ എന്ന് ഉമ്മീനോട് പറഞ്ഞ് ഉമ്മ ഉടനെ തന്നെ അവളെ വിളിച്ച് അവിടെ മെഷർമെൻറ്റ്സ് ഒക്കെ എടുത്ത്, ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ച ഒരു പലാസോ പാൻറ്റും മീൻസ് ക്രോപ്പ് ടോപ്പും ആയിരുന്നു. പക്ഷേ അവൾ സമ്മതിക്കുന്നില്ല, അവൾക്ക് പാൻറ്റ്സ് വേണ്ട, അവൾക്ക് സ്കേർട്ട് മതി. പിന്നെ സ്കേർട്ട് ആകുമ്പോൾ പൊന്തി പോകുമല്ലോ. അപ്പോൾ നമ്മൾ എന്നാൽ സ്കേർട്ട് ടൈപ്പ് നമുക്ക് ഷോർട്ട്സ് ചെയ്യാം. സ്കേർട്ടെന്ന് തോന്നിക്കുകയും വേണം, ഒന്നത് ഷോർട്ട്സ് ആയിരിക്കും. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ മെഷർമെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞു, അതിൻ്റെ കട്ടിങ് ഒക്കെ ചെയ്ത്. ഇതിപ്പോൾ കട്ട് ചെയ്യണ സ്കേർട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ ലെങ്ത്ത് എനിക്ക് മുട്ട് വരെ മതി, കാരണം ഇപ്പോൾ കൊച്ചു കുട്ടിയല്ലേ, നമുക്ക് അത്ര ലെങ്ത്ത് വേണ്ട, സ്കേർട്ട് പോലെ തോന്നിക്കാൻ വേണ്ടി. അപ്പോൾ ഉമ്മ അത് ലെങ്ത്തൊക്കെ എടുത്ത് അതിനെ കട്ട് ചെയ്ത്, അതിൻ്റെ ഇടയിൽ ഉമ്മയ്ക്ക് അടുക്കളയിൽ പണിയുണ്ട്. അപ്പോൾ ഉമ്മ പറഞ്ഞൊരു കാര്യം ചെയ്യും, നീ പോയിട്ട് അതിൻ്റെ ടോപ്പ് ഒന്ന് തയ്ക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ പോയിട്ട് അതിൻ്റെ ടോപ്പിൻ്റെ കഴുത്തൊക്കെ സ്റ്റിച്ച് ചെയ്തു. ഇപ്പോൾ വേറൊന്നും അല്ലാന്നേ, ഇപ്പോൾ നമ്മൾ ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു കൊച്ചിന് ഇതേപോലെ ഒരു ഡ്രസ്സ് മേടിക്കണമെങ്കിൽ, കാരണം വേറൊന്നുമല്ല, എനിക്ക് ഡ്രസ്സിന് പൈസ ചിലവാക്കണതിന് കുഴപ്പമുണ്ടായിട്ടല്ല, ഈ ചെറിയ പിള്ളേർക്ക് ഇത്രയും പൈസ ചിലവാക്കേണ്ട ആവശ്യമില്ല. ഒരു ക്രോപ്പ് ടോപ്പിന് തന്നെ 600-700 രൂപയാണ് ഒരു ഷോപ്പിൽ വരുന്നത്. അത് മെറ്റീരിയൽ അനുസരിച്ച് കോട്ടൺ ആണെങ്കിലും അതിന് വലിയ ഇതൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാണ് അങ്ങനെ, നമുക്ക് തന്നെ അത് ചെയ്താലെന്താണ്. പിന്നെ ഞാൻ ഓരോന്നൊക്കെ കാണുമ്പോൾ ഭയങ്കര കൊതിയാവും, ഒക്കെ നല്ല നല്ല ഭംഗിയുള്ള ഡിസൈൻസ് അല്ലേ. അപ്പോൾ ഞാൻ ചെയ്ത് ഉമ്മി പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ സ്നിക്ക് അറ്റാച്ച് ചെയ്യണതാണ്. എനിക്ക് സ്റ്റിച്ചിങ് ചെയ്യാനറിയാം, പക്ഷേ കട്ടിങ് ഒന്നും അറിയില്ല. ഉമ്മി തന്നെ എനിക്ക് കട്ട് ചെയ്ത് തരും, ഞാനപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഉമ്മീൻ്റെ അടുത്ത് പോവും, ചോദിക്കും ചെയ്യും. എല്ലാം ഇങ്ങനെയൊക്കെയല്ലേ, ഇനി പഠിക്കണം. അതിൻ്റെ ഇടയിൽ എനിക്ക് ഓഫീസിൽ വർക്ക് ഉണ്ട്, അപ്പോൾ ഡെയിലി വീഡിയോ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ സമയം കിട്ടണ്ടേ. ഇന്ന് ഓർത്ത് കുറച്ചൊന്ന് വീഡിയോ ചെയ്ത് കണ്ടൻറ് ഇട്ട് വീഡിയോ ഇടാമെന്ന്. പിന്നെ ഈ ഡ്രസ്സ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 500 ബിലോ റേഞ്ചിലാണ് ഈ ഡ്രസ്സ്. അപ്പോൾ പിന്നെ എനിക്ക് മതിയായപ്പോഴത്തേക്ക് ഞാൻ ഉമ്മിനോട്, ഉമ്മി പെട്ടെന്ന് തയ്ക്കും, ഉമ്മിയാകുമ്പോൾ പെട്ടെന്ന് തന്നെ തയ്ക്കും. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 1 അവറിനുള്ളിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ വീട്ടിൽ വർക്ക് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരു 3-3.5 മണിക്കൂറിനുള്ളിൽ ഞാൻ വീട്ടിൽ പോയി ഇതാന്ന് പറഞ്ഞ് ഉമ്മീനെ പിടിച്ച്, ഉമ്മിക്ക് അതിൻ്റെ ഇടയിൽ വേറെ വർക്ക് ഉണ്ട്.